വർക്കല കാപ്പിൽ ബീച്ചിന് സമീപത്തെ വീട്ടിൽ നിന്നും മാരക മയക്കുമരുന്നുകൾ പിടികൂടി. ബീച്ചിന് സമീപം താമസിക്കുന്ന പാർത്ഥൻ, നെയ്യാറ്റിൻകര പ്ലാമൂട് സ്വദേശി അഭിജിത്ത് എന്നിവരെ പോലീസ് പിടികൂടി. കാപ്പിൽ പാർത്ഥന്റെ വീട്ടിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 29 ഗ്രാം MDMA-യും കഞ്ചാവും തുടങ്ങിയ മാരക മയക്കുമരുന്നുകളാണ് പിടിച്ചെടുത്തത്. വിപണിയിൽ 3 ലക്ഷത്തോളം രൂപ വില വരുമെന്ന് പോലീസ് പറഞ്ഞു. പാർത്ഥനും അഭിജിത്തും ഇവർക്ക് മുമ്പും ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകളുമായിട്ട് ഇതിൻ്റെ കച്ചവടവുമായി മറ്റും ബന്ധമുള്ളതായിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഡി ഹണ്ടിൻ്റെ ഭാഗമായി തന്നെ ഒരാഴ്ച മുമ്പ് അയിരൂർ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള 2 പേരുടെ വിവരങ്ങൾ, അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഡാൻസ് ഓഫിൻ്റെ ടീം ഇവരെ കൃത്യമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ മൂവ്മെൻറ്റ് വാച്ച് ചെയ്യുകയും അവർ ആ സമയത്ത് ബാംഗ്ലൂരിൽ നിന്നാണ് ഇത് എത്തിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരുടെ ആ മൂവ്മെൻറ്റ് കൃത്യമായി വാച്ച് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ലഹരി വേട്ട അയിരൂർ പോലീസിന് നടത്താനായിട്ട് സാധിച്ചിട്ടുള്ളത്. സ്കൂളുകളും കോളേജുകളും ഒക്കെ കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള കച്ചവടങ്ങൾ, ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം അവർ നടത്തിക്കൊണ്ടിരുന്നതും അവർ സെയിൽ നടത്തിക്കൊണ്ടിരുന്നതും. ഏകദേശം നമ്മളെ ഓപ്പൺ മാർക്കറ്റിൽ ഉദ്ദേശം 3 ലക്ഷത്തോളം രൂപ വില വരുന്ന ലഹരി വസ്തുക്കളാണ് ഇപ്പോൾ ഈ കേസിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുള്ളത്. ബാംഗ്ലൂരിൽ നിന്നും ട്രെയിൻ മാർഗം വർക്കലയിൽ മയക്കുമരുന്നുമായി പ്രതികൾ എത്തി എന്നുള്ള രഹസ്യവിവരം പോലീസിന് ലഭിച്ചിരുന്നു. തുടർന്ന് പ്രതികൾ മയക്കുമരുന്ന് പാർത്ഥന്റെ വീട്ടിലെത്തിച്ചു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും വിനോദസഞ്ചാരികളെയും ലക്ഷ്യമിട്ടായിരുന്നു മയക്കുമരുന്ന് എത്തിച്ചത്. കാപ്പിൽ സ്വദേശിയായ പാർത്ഥൻ നിരവധി കേസുകളിൽ പ്രതിയാണ്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായൺ IPSന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതികളെ പിടികൂടിയത്. ഭാരത് വിഷൻ, വർക്കല. വർക്കല കാപ്പിൽ ബീച്ചിന് സമീപത്തെ വീട്ടിൽ നിന്നും മാരക മയക്കുമരുന്നുകൾ പിടികൂടി. ബീച്ചിന് സമീപം താമസിക്കുന്ന പാർത്ഥൻ, നെയ്യാറ്റിൻകര പ്ലാമൂട് സ്വദേശി അഭിജിത്ത് എന്നിവരെ പോലീസ് പിടികൂടി. കാപ്പിൽ പാർത്ഥന്റെ വീട്ടിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 29 ഗ്രാം MDMA-യും കഞ്ചാവും തുടങ്ങിയ മാരക മയക്കുമരുന്നുകളാണ് പിടിച്ചെടുത്തത്. വിപണിയിൽ 3 ലക്ഷത്തോളം രൂപ വില വരുമെന്ന് പോലീസ് പറഞ്ഞു. പാർത്ഥനും അഭിജിത്തും ഇവർക്ക് മുമ്പും ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകളുമായിട്ട് ഇതിൻ്റെ കച്ചവടവുമായി മറ്റും ബന്ധമുള്ളതായിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഡി ഹണ്ടിൻ്റെ ഭാഗമായി തന്നെ ഒരാഴ്ച മുമ്പ് അയിരൂർ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള 2 പേരുടെ വിവരങ്ങൾ, അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഡാൻസ് ഓഫിൻ്റെ ടീം ഇവരെ കൃത്യമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ മൂവ്മെൻറ്റ് വാച്ച് ചെയ്യുകയും അവർ ആ സമയത്ത് ബാംഗ്ലൂരിൽ നിന്നാണ് ഇത് എത്തിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരുടെ ആ മൂവ്മെൻറ്റ് കൃത്യമായി വാച്ച് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ലഹരി വേട്ട അയിരൂർ പോലീസിന് നടത്താനായിട്ട് സാധിച്ചിട്ടുള്ളത്. സ്കൂളുകളും കോളേജുകളും ഒക്കെ കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള കച്ചവടങ്ങൾ, ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം അവർ നടത്തിക്കൊണ്ടിരുന്നതും അവർ സെയിൽ നടത്തിക്കൊണ്ടിരുന്നതും. ഏകദേശം നമ്മളെ ഓപ്പൺ മാർക്കറ്റിൽ ഉദ്ദേശം 3 ലക്ഷത്തോളം രൂപ വില വരുന്ന ലഹരി വസ്തുക്കളാണ് ഇപ്പോൾ ഈ കേസിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുള്ളത്. ബാംഗ്ലൂരിൽ നിന്നും ട്രെയിൻ മാർഗം വർക്കലയിൽ മയക്കുമരുന്നുമായി പ്രതികൾ എത്തി എന്നുള്ള രഹസ്യവിവരം പോലീസിന് ലഭിച്ചിരുന്നു. തുടർന്ന് പ്രതികൾ മയക്കുമരുന്ന് പാർത്ഥന്റെ വീട്ടിലെത്തിച്ചു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും വിനോദസഞ്ചാരികളെയും ലക്ഷ്യമിട്ടായിരുന്നു മയക്കുമരുന്ന് എത്തിച്ചത്. കാപ്പിൽ സ്വദേശിയായ പാർത്ഥൻ നിരവധി കേസുകളിൽ പ്രതിയാണ്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായൺ IPSന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതികളെ പിടികൂടിയത്. ഭാരത് വിഷൻ, വർക്കല.